നിന്റെ ഭാഗത്തുനിന്നാണ് തെറ്റ് വീണ്ടും ഉണ്ടായത്. എന്റെ ഭാഗത്തുനിന്ന് വീണ്ടും എന്തുണ്ടായിന്ന ഈ ചേട്ടാ ഈ പറയുന്നേ? ഒരു മനസ്സിന്റെ, അതും സ്വന്തം ഭർത്താവിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ബുദ്ധിമുട്ടാണ് ചേട്ടായി. അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സില്ല അദ്ദേഹത്തിന്. ആര് പറഞ്ഞു? നിന്റെ കാഴ്ചപ്പാടുകൾക്കാണ് തെറ്റ് സംഭവിച്ചത്. നീ ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയ പോരാ. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? കാല് പിടിക്കണം, മാപ്പ് പറയണം. മാപ്പ് പറയാനോ? കാല് പിടിക്കാനോ? പറ്റില്ലേ നിനക്ക്? ചേട്ടായി അത് പിന്നെ എങ്കിലും ഒരു കാര്യം ചെയ്യും, തിരിച്ചു പോകാം. ഇതുകൊണ്ട് തന്നെയാണ് പ്രഭാകരൻ വരാത്തതും. അതെങ്ങനെ? നിന്റെ പിടിവാശിക്ക് കുറെയേറെ താളം തുള്ളിയവനല്ലേ അവൻ. ചേട്ടായി എന്താ ഈ പറയുന്നേ? സത്യം മാത്രം. എന്താ ശരിയല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം. എന്തെല്ലാം കുറ്റങ്ങളായിരുന്നു. വെറും നിസ്സാര കാര്യങ്ങൾ പോലും ഊതി വെറുപ്പിച്ച് പ്രഭാകരനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ പറഞ്ഞു. സത്യങ്ങളായിരുന്നു എല്ലാം. എന്ത് സത്യം? ഈ ജീവിതത്തിൽ സത്യം ഒന്നേ ഉള്ളൂ, അത് ജീവിതമാണ്. പിന്നൊരു സത്യം മരണവും. ഞാൻ ഏതുമായി സംസാരിച്ചു, വഴങ്ങുന്ന പറ്റില്ല. പിന്നെ നീ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ വീണ്ടും വന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് ചേട്ടായി സംഭവിച്ചത്? സമീരെ, ഞാനൊരു കാര്യം പറയാം. അവരവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന്. ഇതൊക്കെ പറയാനാണോ ചേട്ടായി ഇങ്ങോട്ട് വന്നത്? പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? ദാമ്പത്യം ഒരു കുഞ്ഞളിയല്ല. പ്രായം ഇത്രയൊക്കെ ആയില്ലേ നിനക്ക്? മകനും മകളും വളർന്ന് ജോലിക്കാരുമായി. ഇനി സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ നോക്കണേ. സമാധാനത്തോടെ മരിക്കുമെങ്കിലും ചെയ്യാമല്ലോ. എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല. നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. എല്ലാ തെറ്റുകളും എന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചാൽ എങ്ങനെയാ? ആ, നീ ചെയ്തതൊക്കെ നീ ചുമന്നേ പറ്റൂ. ഈ വിഷയത്തിൽ നിന്ന് പ്രഭാകരൻ തലയൂരി. പിന്നെ ഞാൻ ഇത് അവസാനത്തേതാ. പിന്നെ ഞാൻ വരില്ല. ചിന്തിച്ച് വേണ്ടത് ചെയ്യും.
കണ്ടില്ലേ അവളുടെ പാപം ഒരുപാട് മാറിയെന്ന് തോന്നുന്നില്ലേ? ഏതു അവൾ മാറോടോ, മാറും. ഈ പ്രപഞ്ചത്തിൽ അവൾക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവളെയും വേണമോടോ. വാർദ്ധക്യത്തിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമോടോ. അറിയാം. ആവശ്യത്തിന് പണം വേണം. ആഡംബരം കാണിക്കാനോ മണിമാണികൾ കെട്ടി ഉയർത്തി ഞെളിഞ്ഞ് കാണിക്കാനോ ഉള്ള പണമല്ല വേണ്ട. നിത്യവൃത്തി, 3 നേരം നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് മനുഷ്യനായി ജീവിച്ചു മരിക്കാനുള്ള പണം മാത്രം. ഇതൊക്കെ ആരംഗീകരിക്കുന്നു ഇക്കാലത്ത്? പണമില്ലാത്തവൻ മനുഷ്യനാണ്. പണമില്ലാത്തവൻ പിന്നെ മൃഗമാണ്. മനസ്സിന് സ്വസ്ഥത കിട്ടണമെങ്കിൽ, സുഖമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ അത് ആവശ്യത്തിൽ കൂടുതൽ പണമില്ലാത്തവനെ കൊണ്ടേ കഴിയും. യദുവിന് പണമില്ല, അത് യദുവിന്റെ മാത്രം കുറ്റമല്ല. പിന്നെ ആരുടെ കുറ്റം? വീണ്ടു വിചാരമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടല്ലേ? അല്ല, പ്രപഞ്ച സത്യങ്ങൾ എല്ലാവർക്കും എല്ലാം കൊടുക്കില്ല. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നീയും കുട്ടികളെ കൂടി പഠിപ്പിക്കണമായിരുന്നു. ഫാസ്റ്റ് ഫുഡിൽ അഭയം തേടിയവരാണ് നിങ്ങളൊക്കെ. ഒരു ദിവസം മനുഷ്യനൊന്നും സുഖമില്ലാതെ ആയാൽ ഒരു നേരത്തെ ആഹാരം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനാണ് ചേട്ടായി ഇത്ര വലിയ കുറ്റമായി കാണുന്നത്. ഒരു ദിവസം അല്ലല്ലോ, പലപ്പോഴും. ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് ഹലാൽ ചിക്കനും തന്തൂരിയോ അതും ഇതും ഒക്കെ മനുഷ്യ ശരീരത്തിന് ദോഷം മാത്രമേ ചെയ്യൂ. എനിക്ക് കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാൻ കഴിയും. തീരുമാനമൊക്കെ പെട്ടെന്ന് തന്നെ നീ എടുത്തോ. എന്ന് വെച്ചാ എന്ത് തീരുമാനം? ഇതിനോടൊപ്പം ഇവിടെ തന്നെ താമസിക്കാനാണോ അതോ എന്നേക്കുമായി തിരിച്ചു പോകാനാണോ നിന്റെ തീരുമാനമെങ്കിൽ എന്നെ അറിയിക്കണം. തിരിച്ചു പോകാനാണ് തീരുമാനമെങ്കിൽ കൊടുത്തു പാക്ക് ചെയ്ത് എന്നോടൊപ്പം വരാം.